എങ്ങനെയാണ് ഒരു വാഹനം മുന്നോട്ട് പോകുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അതായത് നമ്മളെല്ലാം ഉപയോഗിക്കുന്ന നമ്മുടെ വണ്ടികൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നമുക്ക് പെട്രോൾ അടിക്കുന്നിടത്ത് നിന്ന് തുടങ്ങാം. നമ്മൾ നമ്മുടെ വണ്ടിയിൽ പെട്രോൾ അടിക്കുന്നു. പെട്രോൾ അടിക്കുമ്പോഴത്തേനും ഈ പെട്രോൾ നമ്മൾ ആക്സിലേറ്റർ കൊടുക്കുന്നതിനനുസരിച്ച് ഈ പെട്രോൾ ആക്സിലേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഞ്ചിനിലേക്ക് എത്ര പെട്രോൾ പോകണം എന്നുള്ളതിന്റെ ഒരു അളവ് പോലാണ് ഈ ആക്സിലേറ്റർ. അപ്പോൾ ഈ പെട്രോൾ എഞ്ചിനിലേക്ക് എത്തുന്നു. അതിനകത്തും കുറെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അതായത് ക്രാങ്ക് ഷാഫ്റ്റിന്റെ മുകളിൽ ഒരു സ്പാർക്ക് ഉണ്ടാകുന്നു, ക്രാങ്ക് ഷാഫ്റ്റ് താഴേക്ക് പോകുന്നു, എഞ്ചിനകത്ത് ഒരു ടോർക്ക് ഉണ്ടാകുന്നു, ഒരു കറക്കം ഉണ്ടാകുന്നു, ഒരു സിംഗിൾ കറക്കം. ഞാൻ സിംഗിൾ കറക്കം എന്ന് പറയുന്നുള്ളൂ. സെക്കൻഡിലൊക്കെ നമുക്ക് ഇമാജിനേഷൻ അപ്പുറമാണ് അതിന്റെ കറക്കം കേട്ടോ. അപ്പൊ ആ ഒരു കറക്കത്തിലൂടെ ഈ കറക്കം നമ്മുടെ ഗിയർ ബോക്സിലേക്ക് പോകുന്നു. അപ്പൊ ഈ ഗിയർ ബോക്സ് വെച്ചിട്ട് നമുക്ക് എന്താണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടയറിലേക്ക് എത്ര സ്പീഡാണ് നമുക്ക് ആവശ്യം എന്നുള്ളതിന്റെ ഒരു മെഷർമെന്റ് ആണ് നമ്മുടെ ഈ ഗിയർ ബോക്സ് എന്ന് പറയുന്നത്. അപ്പോഴത്തേക്കും ഈ എത്ര ടോർക്ക് ഉണ്ടാവുന്നു എന്നുള്ളതിന്റെ ആ ഒരു ടോർക്കിന്റെ ആ ഒരു റേഷ്യോ സെയിം ആയിരിക്കും. പക്ഷേ ഓരോ കറക്കത്തിലും ഈ പല ചക്രങ്ങളുണ്ടല്ലോ, അതിലേക്ക് എത്ര പോകണം എന്നുള്ളത് തീരുമാനിക്കുന്നത് അപ്പൊ അതിനനുസരിച്ച് ആ കറക്കത്തിന്റെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ ടയറിലേക്ക് ആ ഒരു ചെയിൻ വെച്ചായിരിക്കും ആ ടയറിലേക്ക് ബൈക്കിനൊക്കെ ആണെങ്കിൽ ആ ബൈക്കിലത്തെ ടയറിലേക്ക് ഒരു പ്രഷർ കൊടുക്കും. ആ ഒരു പ്രഷർ മൂലം നമ്മുടെ വണ്ടി മുന്നോട്ട് പോകും. അതാണ് നമ്മളെല്ലാം ഓടിക്കുന്ന വണ്ടികൾ ഈ മുന്നോട്ട് പോകുന്നതിന്റെ ഒരു സയൻസ് എന്ന് പറഞ്ഞാൽ അതാണ്. വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, വളരെ പെട്ടെന്ന് പറഞ്ഞു തീർക്കുകയാണെങ്കിൽ അതാണ് സംഭവം. അപ്പൊ നമ്മൾ ആക്സിലേറ്റർ എത്ര കൊടുക്കുന്നു എന്നനുസരിച്ച് എഞ്ചിനിൽ അതുപോലെ ഒരു സ്പാർക്ക് ഉണ്ടാവുന്നു, എഞ്ചിനിൽ അതുപോലെ ഒരു ടോർക്ക് ഉണ്ടാവുന്നു. അപ്പൊ ഈ ടോർക്ക് ടയറിലേക്ക് എത്തുന്നു, നമുക്ക് മാക്സിമം സ്പീഡ് പോകാൻ പറ്റുന്നു. ഇത് അതേസമയം നമ്മൾ ഫസ്റ്റ് ഗിയറിലൊക്കെ ഇടുമ്പോഴത്തേനും നമുക്ക് ഞാനൊരു ബൈക്കിലായിട്ടോ എക്സാമ്പിൾ പറയുന്നത്. അപ്പം ബൈക്കിലത്തെ ടയറിലേക്ക് നമുക്ക് കുറച്ചും കൂടി ഒരു പിടുത്തം വരുന്നതായിട്ട് നമുക്ക് തോന്നും. അതായത് അവിടെയായിരിക്കും നമുക്ക് ഏറ്റവും അധികം എഞ്ചിനുമായിട്ട് നമ്മുടെ ബാക്ക് ടയറിന് ഒരു കണക്ഷൻ ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ ആ ഒരു ചക്രത്തിന്റെ ആ ഗിയർ ബോക്സ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ആ ഒരു കറക്റ്റ് ആയിട്ട് ഒരു പിടുത്തം വരുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഗിയർ സെക്കൻഡ് ഗിയർ ഒക്കെ ആയിരിക്കും. അതുകൊണ്ടാണ് മോട്ടോ ജി പി റേസേഴ്സിലൊക്കെ പ്രധാനപ്പെട്ട കോർണേഴ്സ് ഒക്കെ എടുക്കേണ്ടി വരുമ്പോഴത്തേനും നമ്മുടെ മാർക്ക് മാർക്യൂസ് ആണെങ്കിലും വാലന്റീനോ റോസിക്ക് ആണെങ്കിലും ചെയ്യുന്ന പരിപാടി എല്ലാവരും ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള ഗിയറിലേക്ക്, അതായത് ഫസ്റ്റ് സെക്കൻഡ് പോലുള്ള ഗിയറുകളിലേക്ക് ഇട്ടിട്ട് അങ്ങനെയാണ് അവർ കോർണേഴ്സ് ഒക്കെ എടുക്കുന്നത്. അതപ്പോൾ മാക്സിമം പിടുത്തമായിരിക്കും, വണ്ടിക്ക് പെട്ടെന്ന് സ്കിഡ് ആവില്ല, അതുപോലെ ചാൻസസ് ഒക്കെ കുറയും. അത് മാത്രമല്ല ആക്സിലേറ്റർ കൊടുക്കുന്നതനുസരിച്ച് മാക്സിമം പുള്ളും വണ്ടിക്ക് കിട്ടും. ഇതാണ് നമ്മുടെ എല്ലാം വണ്ടി മുന്നോട്ട് പോകുന്നതിന്റെ ഒരു സയൻസ്.